നമസ്കാരം, എമിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും എമിഷൻ പ്രവർത്തകരുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകൾ. മണ്ണിലെങ്ങും സമാധാനത്തിന്റെ മഞ്ഞു പെയ്ത് ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. കൊടുങ്ങല്ലൂരിൽ BJP CPM സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസിനെ അക്രമി സംഘം കയ്യേറ്റം ചെയ്തു. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. തീരദേശത്തെ പ്രമുഖ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണം സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിലാണെന്ന ആരോപണം. സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഭക്തർ സമരമുഖത്തെത്തുമെന്ന് സൂചന. എമിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. വാർത്തകൾ വിശദമായി. മണ്ണിലെങ്ങും സമാധാനത്തിന്റെ മഞ്ഞുപൊഴിച്ച് ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ സന്ദേശവുമായി വീണ്ടും ക്രിസ്മസ് ആഘോഷം. ഡിസംബറിന്റെ മഞ്ഞുതുള്ളികളിൽ നന്മയുടെ 100,000 നക്ഷത്രദീപങ്ങൾ വാനിലുയർന്നു. തിരുപ്പിറവിയുടെ സ്മരണയിൽ ഇരിങ്ങാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട സബ് ജയിലിൽ നടന്ന ക്രിസ്മസ് തിരുപ്പിറവി ആഘോഷം ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സബ് ജയിൽ സൂപ്രണ്ട് KA പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജീസസ് ഫ്രട്ടർനിറ്റി മേഖലാ ഡയറക്ടർ ഫാദർ ജോയ് തറയിൽ, പുല്ലൂർ സേക്രഡ് ഹാർട്ട് ഗാർഡിയൻ മദർ സുപ്പീരിയർ സിസ്റ്റർ റീത്ത, വാർഡന്മാരായ KY ജോൺസൺ, KP ജയരാമൻ, TV ഗോപി, KM ആരിഫ്, VS ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ കരോൾ സംഘങ്ങൾ നടത്തിയ തിരുപ്പിറവി ഏറെ ശ്രദ്ധയാകർഷിച്ചു. എവിടെയായാലും നമ്മൾ സ്വതന്ത്രരാണ്. മനസ്സിൻ്റെ സമാധാനം, സമചിത്തത, അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്ന് നിങ്ങളെ കണ്ടപ്പോൾ ഓർത്തത്, വാസ്തവം പറഞ്ഞാൽ പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണീശോയുടെ ജനനം ഇന്ന് നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് പിലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈശോയാണ്. കുറ്റത്തിന് പിടിക്കപ്പെട്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടില്ലാത്ത കുറ്റം നന്മ ചെയ്തു എന്നുള്ളൊരു കാരണം, സത്യം പറഞ്ഞു എന്നുള്ള കാരണം, ഈശോ ദൈവപുത്രനായിരുന്നു. നീ ദൈവപുത്രനാകുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കുരിശിൽ കയറേണ്ടി വന്നത്. യേശുരാജൻ പിറന്നു, വിണ്ണിലെ താരകങ്ങളെ, മണ്ണിലെ മാമരങ്ങളെ, ഈ രാവിൽ ദൈവജാതൻ പിറന്നു, യേശുരാജൻ പിറന്നു. കരോൾ സംഘങ്ങൾ വഴിയിലുണർത്തിയ ക്രിസ്മസ് രാവിൽ ഏവരും യേശുദേവന്റെ തിരുപ്പിറവി നാളിനെ വരവേറ്റു. ദേവാലയങ്ങളിൽ ക്രിസ്മസിൻ്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയിൽ മധുരം പകർന്ന പകലും ക്രിസ്മസിനെ ആഹ്ലാദകരമാക്കി മാറ്റി. ക്രിസ്മസ് കേക്കിൻ്റെ വരവും ആദ്യ ഇന്ത്യൻ ക്രിസ്മസ് കേക്കും. ഒരു റിപ്പോർട്ട്. ഡിമാൻഡ് പോകാത്ത ഒന്നാണ് ക്രിസ്മസ് കേക്കുകൾ. കേക്കിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയോ ക്രിസ്മസുമായുള്ള ബന്ധത്തെപ്പറ്റിയോ കൂടുതൽ വിശദീകരണം ആവശ്യമില്ലെങ്കിലും മലയാളിക്ക് കേക്കില്ലാതെ ഒരു ക്രിസ്മസ് ആഘോഷം ചിന്തിക്കാൻ പോലും ആവില്ല. 12-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ക്രിസ്മസ് കേക്കിൻ്റെ ജനനമെന്ന് കരുതുന്നു. നോമ്പിന് ശേഷം ക്രിസ്മസിന് തലേന്ന് വയറിനെ പാകപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന പ്ലം പ്രോഡിംഗ് എന്ന ഭക്ഷ്യവസ്തുവാണത്രേ പിന്നീട് ക്രിസ്മസ് കേക്കായി രൂപാന്തരം പ്രാപിച്ചത്. ഓട്സ്, കുറുമ്പക്കിക്കിൽ ഉണക്കമുന്തിരിയും മറ്റും ചേർത്താണ് പ്ലം പൊറിഡ്ജ് ഉണ്ടാക്കിയിരുന്നത്. കാലാന്തരത്തിൽ ഓട്സിനു പകരം ബട്ടറും ഗോതമ്പും മുട്ടയും ചേർന്ന് പ്ലം കേക്കും രൂപം കൊണ്ടു. കിഴക്ക് നിന്ന് ബത്ലഹേമിൽ ഉണ്ണിയേശുവിനെ കാണാനെത്തിയ വിദ്വാൻമാർ സമ്മാനമായി കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രതീകമായിട്ടാണ് കേക്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കുന്നത്. 1883 ഫ്രാൻസിസ് കാർനാക് ബ്രൗൺ എന്ന സായിപ്പിനു വേണ്ടി തലശ്ശേരിക്കാരനായ മമ്പള്ളി ബാപ്പുവാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്മസ് കേക്ക് തയ്യാറാക്കിയത്. സായിപ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് കേക്ക് സാമ്പിൾ ബാപ്പുവിന് നൽകി അതിൻ്റെ ചേരുവകൾ പറഞ്ഞുകൊടുത്തു.
ബാപ്പു തയ്യാറാക്കിയ കേക്കിൻ്റെ രുചിയിൽ അമ്പരന്ന സായിപ്പ് ബാപ്പുവിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും മമ്പള്ളി ബാപ്പു, റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയും തലശ്ശേരിയും പിന്നീട് കേക്കിൻ്റെ കാര്യത്തിൽ പ്രശസ്തമായി. തീരത്തിന് ഉത്സവ ചായ പകർന്ന് അഴീക്കോട് മുനക്കൽ മുസരിസ് ബീച്ച് ഫെസ്റ്റിന് കൊടിയേറി. VS സുനിൽകുമാർ MLA മുനക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ പതാക ഉയർത്തൽ നിർവഹിച്ചു. നമ്മുടെ ഈ മുനക്കൽ ബീച്ചിനെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ ഇവിടെ ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50 കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയ ഒരു നൃത്തസന്ധ്യ, ഉത്തരേന്ത്യൻ നൃത്തസന്ധ്യ 29-ാം തീയതി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയും നമ്മളിതിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ ഇതര പരിപാടികൾ, വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി ഇന്നു മുതൽ ആരംഭിക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ബീച്ചിൻ്റെ മനോഹാരിതയും അതിൻ്റെ പ്രശസ്തിയും നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വലിയൊരു വികസന പരിപാടി 27-ാം തീയതി നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ വരാൻ പോകുന്ന പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മറൈൻ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഹാളിൻ്റെ ഉദ്ഘാടനവും പോർട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെക്കാനിക്കൽ ഡ്രഡ്ജിങ്ങും 27-ാം തീയതി നമ്മൾ ഈ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ടും ഇതിനോട് എല്ലാവരുടെയും ജാതി മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും വരാൻ കഴിയുന്ന, കുടുംബങ്ങളോടുകൂടി വരാൻ കഴിയുന്ന, സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു ബീച്ച് ഫെസ്റ്റിവലാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ. ആ ഖ്യാതി, അതാണ് ഏറ്റവും വലിയ കാര്യം, നിലനിർത്താൻ വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, ഇത് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു നടക്കാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരുടെ ഭാഗത്തുണ്ടാകണം. ഒരിടവേള.